അങ്ങനെ ഇന്നലെ എവിടെ നിന്നാണ് അവസാനിച്ചത് അവിടെ നമുക്ക് ഇന്ന് തുടങ്ങാം. 2-3 ഡ്രസ്സ് ട്രയൽ ചെയ്തിട്ട് ഒന്നും അങ്ങ് സെറ്റ് ആവുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഞങ്ങൾ. എങ്കിൽ പിന്നെ കുറച്ച് നേരം അതിന്റെ ഡിപ്രഷനിൽ ഇരിക്കാന്ന് വിചാരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും അതിനും സമ്മതിക്കുന്നില്ല. പുതിയ ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മോട്ടിവേഷൻ തന്നുകൊണ്ടേയിരിക്കും. അപ്പത്തേക്കും നമുക്ക് ചെറുതായിട്ട് വിഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് പുറത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ജ്യൂസ് കിട്ടുന്ന കാര്യം അറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഉമ്മീനെ കൊണ്ട് നേരെ ജ്യൂസ് കുടിക്കാൻ പോയി. ജ്യൂസ് നല്ല രീതിക്ക് പണി തന്നൂടാ. മര്യാദയ്ക്ക് ഓടിപ്പാഞ്ഞ് നടന്നുകൊണ്ടിരുന്ന എന്നെ ആ ജ്യൂസ് അങ്ങ് തളർത്തി കളഞ്ഞു. അവിടെ പിന്നെ 1-2 ടൈപ്പ് മിഠായികളും ഉണ്ടായിരുന്നു. അത് തീർക്കാണ്ട് വീട്ടിൽ പോയ ഇവർക്കൊരു സമാധാനം കിട്ടുമോ? അങ്ങനെ നമ്മുടെ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഡ്രസ്സിന്റെ ഫോട്ടോ പുറത്തു വിടരുതെന്നുള്ള ആശുവിന്റെ അതുവിന്റെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ അത് കാണിക്കുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ട് ഇവൻ നല്ല കട്ട പോസ്റ്റ് ആയിട്ടോ. അവസാനം അവന് കൂട്ടായിട്ട് വേറെ കുറെ കസിൻസിനെ വിളിച്ചു വരും. ഞങ്ങളുടെ 3 പേരുടെയിലും ആദുവിന്റെ ഡ്രസ്സിന്റെ കളർ കുറച്ച് കൂടുതൽ ഭംഗിയുണ്ടെന്ന് പറഞ്ഞതിന്റെ പൊലുവിലാണ് ആദു. തിരിച്ചു കിട്ടൂല എന്നുള്ള ഒരൊറ്റ ബലത്തിൽ ആ പ്രതിമേനെ ഒരേ സമയം സ്നേഹിക്കുകയോ അതുപോലെ തന്നെ തല്ലിപ്പൊളിക്കുകയോ ചെയ്യണം എന്റെ സ്വന്തം അനിയൻ. ഇവന്റെ ഈ ബോഡി ഷോ കാണാത്തവരായിട്ട് ഇനി ആരും തന്നെ ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ കാണുന്ന ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുക്കുക, ട്രയൽ ചെയ്യുക, നല്ലതാണോ നോക്കുക, ഇത് തന്നെയായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി. ഇവിടം കൊണ്ടൊന്നും നമ്മുടെ ഷോപ്പിംഗ് തീരാൻ പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് ബാക്കി കാഴ്ചകൾ ഞാൻ പാർട്ട് 3 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ബൈ ബൈ.